Good evening, all of you. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. PCTA കോഫി ടോക്ക് വിത്ത് PCTA പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം ചില പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ശ്രീമതി ശോഭന ടീച്ചറെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കുകയാണ്. സകല വിജ്ഞാന നിറവാം ദൈവമേ, നിൻ പാദം ചേരുന്നു ഞങ്ങളൊന്നായി. സകല വിജ്ഞാന നിറവാം ദൈവമേ, നിൻ പാദം ചേരുന്നു ഞങ്ങളൊന്നായി. നിന്നെ നമിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിൻ പുകൾ പാടുന്നു നിന്റെ മക്കൾ. നിന്നെ നമിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിൻ പുകൾ പാടുന്നു നിന്റെ മക്കൾ. ഉൾക്കണ്ണു തുറക്കാൻ, ഉൾക്കാതു കേൾക്കാൻ, സ്നേഹത്താൽ ഹൃദയം നിറഞ്ഞിടാൻ. ഉൾക്കണ്ണു തുറക്കാൻ, ഉൾക്കാതു കേൾക്കാൻ, സ്നേഹത്താൽ ഹൃദയം നിറഞ്ഞിടാൻ. അജ്ഞത മാറ്റിടാൻ, അന്ധത നീക്കിടാൻ, തൂവട്ടം തൂകണേ കാരുണ്യമേ. അജ്ഞത മാറ്റിടാൻ, അന്ധത നീക്കിടാൻ, തൂവട്ടം തൂകണേ കാരുണ്യമേ. സകല വിജ്ഞാന നിറവാം ദൈവമേ, നിൻ പാദം ചേരുന്നു ഞങ്ങളൊന്നായി. നിൻ പാദം ചേരുന്നു ഞങ്ങളൊന്നായി. നിൻ പാദം ചേരുന്നു ഞങ്ങളൊന്നായി. എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ. താങ്ക് യു ശോഭന മാം. സ്നേഹം കൊണ്ട് ഹൃദയത്തെ നിറച്ച ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ഏവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. കോഫി ടോക്ക് വിത്ത് PCTA എന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് മനോഹരമായ ഒരു ദിവസത്തിലാണ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷൻ അഥവാ PCTA നവംബർ 18, 2025 ആലുവയിൽ ആണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ രാജ്യത്തുള്ള കൗൺസിലേഴ്സ്, ട്രെയിനേഴ്സ്, മെന്റേഴ്സ്, കോച്ചസ്, അങ്ങനെ പ്രഗത്ഭരായ അംഗങ്ങളെ ഒന്നിച്ച് ചേർത്ത് പിടിക്കുക, അവരുടെ നിലവാരം ഉയർത്തുന്നതിനായി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും എല്ലാം സംഘടിപ്പിക്കുക, മാനസിക ആരോഗ്യ രംഗത്ത് പൊതു ബോധവൽക്കരണം നടത്തുക, അതിനുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കുക തുടങ്ങി ഒട്ടനവധി ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് PCTA നിലകൊള്ളുന്നത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പരീക്ഷയിലുള്ള പേടി, ഉത്കണ്ഠ, സമ്മർദ്ദം, ഇതൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടെ രക്ഷിതാക്കൾക്കും സാന്ത്വനമേകാൻ PCTA വിഭാവനം ചെയ്ത പ്രോജക്റ്റാണ് പുനർജനി. മാർച്ച് 4 മുതൽ തുടക്കം കുറിച്ച ഈ പ്രോജക്റ്റ് വളരെ വിജയകരമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു എന്ന സന്തോഷ വിവരം കൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വനിതാ ദിനത്തിൽ ഇത്തരമൊരു പരിപാടി ഇവിടെ അരങ്ങേറുമ്പോൾ ഇത് വനിതകൾക്ക് മാത്രമായുള്ള ഒരു പരിപാടിയല്ല, മറിച്ച് വനിതകൾക്ക് ഒപ്പം മുമ്പിലും പിറകിലും നിൽക്കുന്ന പുരുഷന്മാർക്കും കൂടിയുള്ളതാണ്. സ്ത്രീകളുടെ
വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും അവസരവും എല്ലാം ഉറപ്പാക്കുമ്പോഴാണ് ഒരു പൊതുസമൂഹം മുന്നേറുന്നത്. അതുപോലെ ഗിവ് ടു ഗെയിൻ എന്ന മനോഹരമായ സന്ദേശമാണ് ഇന്ന് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമുക്ക് വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകുന്നത്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സത്യമാണത്. കൊടുക്കുമ്പോഴാണ് കൂടുതൽ നേടാനാകുന്നത്. അതുപോലെ ഈ കൊടുക്കുമ്പോൾ കൂടുതൽ സന്തോഷവും ശക്തിയും വിജയവും നേടാമെന്ന ഒരു പ്രചോദനം കൂടിയാണ് ഈ സന്ദേശത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. PCTA നേതാക്കളും മുമ്പിലും പിറകിലും പ്രവർത്തിക്കുന്ന വനിതാ രത്നങ്ങളും സെക്രട്ടേറിയറ്റ് മെമ്പേഴ്സും അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പുനർജനി ടീമും പരിപാടിയുടെ വിജയകരമാക്കാൻ വേണ്ടി ഒപ്പം നിൽക്കുന്ന ഉഷ മാം, PCTA ജനറൽ സെക്രട്ടറി, എല്ലാവർക്കും ഒരുപാട് സ്നേഹം നിറഞ്ഞ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയാണ്. എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു മാം. ഉഷ മാം, ഓവർ ടു യു. താങ്ക് യു അനീമ. ഇന്നത്തെ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഇത്ര മനോഹരമായി വർണ്ണിക്കുക എന്ന് വെച്ചാൽ അതാണ് അനീമ. താങ്ക് യു അനീമ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും കൂട്ടുകാർക്കും ഊഷ്മളമായ അന്താരാഷ്ട്ര വനിതാ ദിന ആശംസകൾ നേരുന്നു. കോഫി ടോക്ക് വിത്ത് PCTA പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷന്റെ ശക്തരായ വനിതകൾ അണിനിരക്കുന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് സ്ത്രീ എന്നാൽ ശക്തിയാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ച കോട്ടയം മാഞ്ഞൂർ സ്വദേശി ദീപയെയാണ് ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കേരള ആരോഗ്യവകുപ്പിന്റെ കനിവ് പദ്ധതിയുടെ ഭാഗമായ 108 ആംബുലൻസിന്റെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഡ്രൈവറായ ദീപ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവനും ജീവിതവും തൻ്റെ കൈകളിലൂടെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക എന്ന മഹത്തായ ദൗത്യമാണ് ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയിൽ ദീപ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ധൈര്യവും അതിലേറെ മനക്കരുത്തും കാരുണ്യവും മനസ്സ് നിറയെ സ്നേഹവും ആവശ്യമുള്ള ഈ മേഖലയിലേക്ക് ദീപ കടന്നു വന്നത് കഠിനാധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും നാൾവഴികളിലൂടെയാണ്. ഏറെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ ഉള്ളു നിറഞ്ഞ ആദരവോടെ നമുക്ക് പ്രിയപ്പെട്ട ദീപയെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവരും പാട്ട് ഇമോജി കൊടുത്ത് ദീപയെ ആദരവോടെ ഈ വേദിയിലേക്ക് ആനയിക്കണമെന്ന് ഞാൻ നിങ്ങളെ സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദീപ, യു ആർ വെൽക്കം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. ഇത്രയും വലിയൊരു വേദിയിലേക്ക് എന്നെ ഓർത്തതിന് അല്ലെങ്കിൽ എന്നെ ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. എല്ലാവരെയും ഒന്നും അറിയില്ല, രണ്ട് പേരുടെ പേരെ എനിക്കിതിൽ അറിയുള്ളൂ. ഒന്ന് നമ്മുടെ ഷീബാമാം, അതേപോലെ നമ്മുടെ ഉഷാമാം. എന്താ പറയണ്ടേന്നൊന്നും എനിക്കറിയില്ല. ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീട് കോട്ടയം മാഞ്ഞൂർ പഞ്ചായത്തില് മേമറി എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. അപ്പൊ എന്താ പറയണ്ടേന്ന് സത്യം പറഞ്ഞ എനിക്കറിയാം. ഞാൻ ആകെ വണ്ടറടിച്ചിരിക്കുക. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിനാശംസകൾ. ദീപയോട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പരിചയപ്പെടുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ദീപ കടന്നു വന്ന ഈ ഒരു അവസ്ഥയിലേക്ക്, ഇന്ന് എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ദീപ കടന്നു വന്ന ആ നാൾവഴികളെ കുറിച്ച് ഒരു 2 സെന്റൻസിൽ ഞങ്ങൾക്ക് ഒന്ന് സംവദിക്കാൻ ആയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. ദീപയുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത്
ആംബുലൻസ് ഡ്രൈവർ ആയിരിക്കുമ്പോൾ വരെ അതിനു മുൻപും ദീപ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറായിട്ട് തന്നെ ഡ്രൈവറായിട്ടും ഒക്കെ ദീപ പ്രവർത്തിച്ചതായിട്ട് ഞങ്ങൾ ഒരുപാട് പരിചയസമ്പന്നയായ ഒരു വ്യക്തിയാണ്. ജീവിതത്തിന്റെ തിരിച്ചുളയിൽ നിന്ന് എന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേമറി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വരുമ്പോ തന്നെ അറിയാലോ ഗ്രാമാന്തരീക്ഷം. ഞാൻ ചെറുതിലെ തന്നെ വണ്ടികളോട് ആൺകുട്ടികൾക്കുള്ള പോലെ തന്നെ അതിനേക്കാൾ ഒരു പടി ഉയരത്തിൽ തന്നെ എനിക്ക് വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു സാധാ കുടുംബത്തിൽ ജനിച്ച എനിക്ക് എന്റെ പേരൻസിന് ഒരു സൈക്കിൾ പോലും മേടിച്ചു തരാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ലായിരുന്നു. പക്ഷെ വണ്ടികളോടുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേട്ടന്റെ സൈക്കിളിലാണ് എന്റെ ഈ യാത്രയുടെ തുടക്കം എന്ന് പറയാം. അങ്ങനെ സൈക്കിൾ പഠിച്ചു. പിന്നീട് ടൂ വീലറായി. അതിനുശേഷം ഞാൻ എന്റെ 19ാമത്തെ വയസ്സിൽ എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 4 വീലർ ഭർത്താവിന്റെ പിന്തുണയോടുകൂടി പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷം ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചറായിട്ട് കയറി. നിർഭാഗ്യവശാല് എന്റെ ഹസ്ബൻഡിന് ആ സമയത്ത് വലിയൊരു അസുഖം പിടിപെട്ടു. അതിന്റെ ചികിത്സാർത്ഥം എനിക്ക് അദ്ദേഹത്തിന്റെ വരുമാനം നിന്നു. പക്ഷേങ്കിൽ കുടുംബ ചെലവുകള്, ആശുപത്രി ചെലവുകള്, ഒരു മോനുണ്ട് എനിക്ക്. മോന് ചെറിയ പ്രായമായിരുന്നു, അന്ന് 5 വയസ്സ് 6 വയസ്സേ ഉള്ളൂ. കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മൊത്തം നമ്മുടെ തലയിലേക്കായി. അപ്പൊ എന്ത് ചെയ്യണം എന്ന് പകച്ചു നിന്ന ഒരു സന്ദർഭത്തില് എനിക്ക് ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ വരുമാനം കൊണ്ട് ഒന്നും ആകുന്നില്ല. അപ്പൊ ആ ടൈമിലാണ് ഞാൻ ടാക്സി ഫീൽഡിലേക്ക് പതുക്കെ തിരിഞ്ഞു. കാരണം വെച്ചാൽ എനിക്ക് ഏറെ ഇഷ്ടത്തോടെ ഏറെ ആഗ്രഹത്തോട് കൂടി ചെയ്യുന്ന ഒരു തൊഴിലായിരുന്നു ഡ്രൈവിംഗ് എന്നുള്ളത്. അപ്പൊ ആ മേഖലയിൽ തന്നെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചാണ് ഞാൻ ടാക്സി മേഖലയിലേക്ക് വന്നത്. അങ്ങനെ ടാക്സി മേഖലയിൽ നിന്നു. അവിടുന്ന് പിന്നെ 2007 ഞാൻ LMV മോട്ടോർ സൈക്കിൾ ലൈസൻസ് എടുത്തു. 2008 ഹെവിയിലേക്ക് മാറി. ഹെവി എടുത്തതിന് ശേഷം ചെറുതും വലുതുമായിട്ടുള്ള കുറെ വണ്ടികൾ ഓടിച്ചു. ടിപ്പർ ലോറി, മടയിലൊക്കെ പോയി കല്ലെടുക്കുമായിരുന്നു. അങ്ങനെ വളരെ ഞാൻ പറയും, ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു വനിതാ ദിനത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയുന്നതാണ് ഞാനൊരു ഡ്രൈവറാണ്. ആ ഡ്രൈവർ വളയം പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയേറെ സന്തോഷത്തോടു കൂടി എനിക്ക് നിൽക്കാൻ പറ്റിയത്. വേറെ ഏതൊരു മേഖലയിൽ പോയിരുന്നെങ്കിലും എനിക്ക് ഇത്രയും പറ്റുമെന്ന് തോന്നുന്നില്ല. വിദ്യാഭ്യാസവും കുറവാണ്. ഞാൻ പണ്ടത്തെ പ്രീ ഡിഗ്രി മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം ANM നേഴ്സിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതിനുശേഷം ഈ ഡ്രൈവിംഗ് മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ എന്റെ ഹസ്ബൻഡിന്റെ ചികിത്സകളും എന്റെ കുഞ്ഞിന്റെ പഠനം കാര്യങ്ങളെല്ലാം വളരെയേറെ ഭംഗിയായിട്ട് എനിക്ക് ഒരു വീട്ടമ്മ സാധാ ഒരു വീട്ടമ്മ എന്ന നിലയിൽ വളരെയേറെ അഭിമാനത്തോടു കൂടി ഭംഗിയായിട്ട് എനിക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിന് ഭർത്താവ് കുറച്ചൊരു റിക്കവർ ആയി വന്ന സമയത്ത് ഞാൻ പതുക്കെ ഓഫ് റോഡ് രംഗത്തേക്ക് തിരിഞ്ഞു. 4x4 ഓഫ് റോഡ് മത്സരങ്ങളിൽ ഇറങ്ങാറുണ്ട്. പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം എനിക്ക് വിജയിക്കാനും പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ യാത്രകളെ വളരെയേറെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം വെച്ചാൽ കുറെ കാലം എനിക്ക് ഹോസ്പിറ്റല്, വീട്, ജോലി അങ്ങനെ ഒരു ഇതായിരുന്നു. ഒന്ന് ഉറച്ച് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലോ അല്ലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ഞങ്ങളുടെ 2 കുടുംബവും വളരെ ദരിദ്രമായിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റയാൾ പോരാട്ടം എന്ന രീതിയിൽ തന്നെയായിരുന്നു കുറെ കാലം എന്റെ കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ ഞാന് കുറച്ചൊന്നും അസുഖമൊക്കെ ഒന്ന് ഭേദമായി. ശകലമൊക്കെ ജീവിതത്തിൽ കുറച്ചൊക്കെ സേവിങ്സ്, അത് വളയം പിടിച്ച് തന്നെയാണ് കുറച്ച് സേവിങ്സ് ആക്കിയത്. അതിനുശേഷം ഞാൻ വളരെയേറെ യാത്രകളെ ഇഷ്ടപ്പെടും. ചെറുതിലെ മുതൽ യാത്രകൾ ഇഷ്ടമായിരുന്നു. അപ്പൊ മനസ്സിനൊക്കെ ഒരു സന്തോഷം കിട്ടാനും മൈൻഡ് ഒന്ന് ഇതാകാൻ വേണ്ടി ഞാൻ ചെറിയ ചെറിയ യാത്രകൾ തുടങ്ങി. എന്റെ മോന്റെ ഒപ്പമാണ് ഞാൻ ആദ്യം യാത്ര തുടങ്ങിയത്. ഞാനും മോനുമാണ് യാത്രകൾ കൂടുതൽ. ഹസ്ബൻഡ് ബൈക്ക് യാത്രയ്ക്ക് പറ്റില്ല, കാറിലേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ എന്റെ മോൻ എന്നെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് കുറെ യാത്രകൾ ചെയ്യാൻ പറ്റി. ഇപ്പോഴും ഞാൻ യാത്രകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിരന്തരമായിട്ടുള്ള ഈ ഹോസ്പിറ്റൽ ജീവിതം ഞാൻ ചിന്തിച്ച് ഒത്തിരി പേരെ എന്നെപ്പോലെ തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പം അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അതോടൊപ്പം എനിക്ക് ജീവിക്കുകയും വേണം. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കാണുന്നത്, കനിവ് ആംബുലൻസ് ഇതിലേക്ക് ഡ്രൈവേഴ്സിനെ എടുക്കുന്നെന്ന്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. 1.5 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. ഇതേപോലെ തന്നെ മാർച്ച് 8-ാം തീയതി 2028 ലോക വനിതാ ദിനത്തിന്റെ അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കയ്യിൽ നിന്നും താക്കോൽ ഏറ്റുവാങ്ങി
ഇന്ന് ഈ നിമിഷം വരെ ഞാൻ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ ആ മേഖലയിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതോടൊപ്പം എൻ്റെ കൊച്ചു കൊച്ചു യാത്രകൾ, അതിനോടൊപ്പം തന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന യാത്രകൾ വളരെ ഏറെ ഇഷ്ടമാണ്. പിന്നെ ഒരു സ്ത്രീ എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി പറയുന്ന എൻ്റെ കുടുംബത്തെ എനിക്ക് എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ ചികിത്സ, ഇപ്പൊ ആള് ഓൾറെഡി ഒരു 90% ഓക്കെ ആയി. അതോടൊപ്പം എൻ്റെ കുഞ്ഞിന്റെ ചികിത്സ, സോറി കുഞ്ഞിന്റെ പഠിത്തം. അവനിപ്പം 26 വയസ്സായ ഒരു മോന്റെ അമ്മയാണ് ഞാൻ. അവൻ ഇപ്പൊ UK പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വർഷം, ഇനിയിപ്പോ ഒരു വർഷത്തെ പഠിത്തം കൂടി ഉണ്ട്. കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. എന്തായാലും ഞാൻ ഈ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് ഏറെ അഭിമാനത്തോടെ ഡ്രൈവിംഗ് എനിക്കാകുന്ന അത്രയും കാലം എനിക്ക് ഡ്രൈവിങ്ങിൽ തന്നെ പോണം എന്നാണ് എൻ്റെ ആഗ്രഹം. ലാസ്റ്റ് ഇപ്പം ഞാൻ ഇപ്പൊ 9ഓളം ലൈസൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എടുത്തേക്കുന്ന ട്രെയിലർ ലൈസൻസ് ആണ്. ആ മേഖലയിലേക്ക് ഇവിടെ ഒന്ന് കയറണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ ജീവിതം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ആംബുലൻസ് ഡ്രൈവറായിട്ട് ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് ജീവൻ രക്ഷിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടോ? പ്ലീസ്. ഉണ്ട്, ഇഷ്ടം പോലെ. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ. ആദ്യ സമയത്ത് ഞാൻ ഈ മേഖലയിലേക്ക് ചെല്ലുമ്പോൾ റോഡ് ആക്സിഡന്റുകൾ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ആദ്യ സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു. ബ്ലഡ് കാണുമ്പോൾ പെട്ടെന്ന് ബൈക്ക് ആക്സിഡന്റ് അല്ലെങ്കിൽ വേറൊരു ആക്സിഡന്റ് ആണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞിനെ റിലേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒന്ന് സ്റ്റക്ക് ആയിപ്പോവും. 2-3 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തോന്നി, ഞാൻ എന്തായാലും ഇത്രയും വലിയൊരു റിസ്ക്, എന്നുവെച്ചാൽ ജീവൻ രക്ഷിക്കുക എന്നൊരു വലിയൊരു ജോലി മറ്റേത് മേഖലയും പോലെയല്ല. ഡ്രൈവിംഗ് എന്നത് പലർക്കും പല രീതിയിലും ചെയ്യാം. പക്ഷെ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഓട്ടം. അവിടെ നമ്മൾ പകച്ചു നിന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ഇല്ലാതായി പോകുന്നത് ഒരു ജീവനാണ്. അങ്ങനെ നമ്മൾ മാറി നിൽക്കാൻ പറ്റുന്നത് പോലെ ട്രെയിൻ തട്ടി കിടന്നിട്ടുള്ളത്. പിന്നെ കുഞ്ഞു മക്കളെ എനിക്കൊരു മിഷൻ പോലെ ഒരു ഇത് കിട്ടിയായിരുന്നു. 6 മാസം പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, അത് RCCയിലേക്ക് ഒരു ഓട്ടം. അത് നമ്മൾ ആൺകുട്ടികൾ ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ അതേ രീതിയിൽ തന്നെ എനിക്ക് ആ ഒരു ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഇത്രയും 4 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ നമ്മുടെ വണ്ടിയിൽ വെച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരം. വിരലിൽ എണ്ണാവുന്ന അത്രേ ഇതേ പറ്റൂ. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് വിത്തിൻ സെക്കൻഡ് എനിക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് എത്തിക്കാനായിട്ട് ദൈവാനുഗ്രഹത്താൽ പറ്റിയിട്ടുണ്ട്. ഇതുവരെ എനിക്ക് മറ്റ് ആക്സിഡന്റുകൾ എൻ്റെ വണ്ടി കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയോ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യകാലത്തൊക്കെ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു, സ്ത്രീ ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, ആക്സിഡന്റ് എടുക്കാൻ പോകുന്ന വണ്ടി തന്നെ കൃത്യമായിട്ട് ആ സ്ഥലത്ത് എത്തുക എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ദൈവത്തിന്റെ കരുതൽ, അതേ ഞാൻ പറയുന്നുള്ളൂ. എൻ്റെ ഇതല്ല, എൻ്റെ കരുത്തോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ദൈവത്തിന്റെ കരുതൽ എൻ്റെ കൈകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഫുൾ ശരീരത്തിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നിമിഷം വരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നത്. താങ്ക് യു ദീപ. ദേശീയത, വംശീയത, ഭാഷ, സംസ്കാരം, സാമ്പത്തികം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം എന്നിവയ്ക്കെല്ലാം അതീതമായി സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനും തുല്യ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി 1977 ഐക്യരാഷ്ട്ര സംഘടന അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. സ്ത്രീ ശക്തിയുടെ കരുത്തുറ്റ പ്രതീകം. പ്രിയപ്പെട്ട ദീപയ്ക്ക് ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിനെ ധന്യമാക്കിയതിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും ആദരവും അർപ്പിക്കുകയാണ്. താങ്ക് യു ദീപ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി എല്ലാവർക്കും. എല്ലാവരും പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം. ഇനിയും നമുക്ക് എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടാം. പ്രചോദനാത്മകമായ ഒരു വാക്കുകളാണ് ദീപയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു സാർ. താങ്ക് യു. മാനസിക കരുത്തുമായിട്ട് മുന്നോട്ട് പോയതിൽ ഞങ്ങളെ അഭിനന്ദിക്കുന്നു. ഇനിയും അനുസ്യൂതം ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഈ വനിതാ ദിനത്തില് വിസിറ്റയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളോട് ആശംസിക്കുന്നു. ഈ വേദി ധന്യമാക്കിയതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഇത്ര കഴിവുള്ള ഒരാളെ പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ഒരുപാട് സന്തോഷം. ദൈവത്തിന്റെ ഒരു തന്നെയാണത്. രണ്ട് വാക്ക് ദീപയെ ഒന്ന് അഭിനന്ദിക്കാൻ ഞാൻ സമയം ചോദിക്കുകയാണ്. ദീപ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. 108 വരുന്ന
പേഷ്യൻസിന്റെ കോളുകൾ അറ്റൻഡ് ചെയ്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ. അവിടെ വരുന്ന ആ കോളുകൾ അപ്പോൾ തന്നെ 108 ആ സിസ്റ്റത്തിലേക്ക് കൈമാറുകയും നിമിഷ നേരം കൊണ്ടാണ്, അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ടാണ് ആ സ്പോട്ട് ആ സിസ്റ്റത്തിൽ നോക്കി 108 വാഹനം ചീറിപ്പായുന്നത്. അത് അത്രമാത്രം ആത്മാർത്ഥയും ശ്രദ്ധയും കൃത്യമായ ഒരു മനസാന്നിധ്യമുള്ള ഒരാൾക്ക് മാത്രമേ ആ സീറ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. 108 ആ സിസ്റ്റത്തില് ആ കറക്റ്റ് സ്പോട്ട് തെളിഞ്ഞ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടിയെ നിമിഷ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് കറക്റ്റ് സ്പോട്ടിൽ കൊണ്ട് എത്തിക്കുകയെന്ന് അനുഭവപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഇത്രമാത്രം മനസാന്നിധ്യത്തോടുകൂടി പ്രവർത്തിച്ച ദീപയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാനും ആരോഗ്യവകുപ്പിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും തൊട്ടറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ കോൾ വന്ന ഉടനെ തന്നെ ഞാൻ ആ 108 അടുക്കിലേക്ക് പായാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഈ 108 ഡ്രൈവറെ നമുക്ക് അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടില്ല. കറക്റ്റ് ആ ഡ്യൂട്ടി സമയത്ത് എല്ലാ ഡ്രൈവേഴ്സും ആ 108 സമീപത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ആ ഡ്രൈവറെ നമ്മൾ ഫോൺ ചെയ്ത് വിവരം അറിയിക്കുമ്പോഴത്തേക്കും ഒരിക്കൽ പോലും ആ നിമിഷം നമ്മൾ ബെല്ലടിക്കുന്ന ആ നിമിഷം ഡ്രൈവർ അത് അറ്റൻഡ് ചെയ്തിരിക്കുന്നുള്ളത്. അത്രമാത്രം കൃത്യനിഷ്ഠയോടുകൂടിയാണ് അത് പോവുക. അതും ഒരു വനിതയ്ക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം അഭിമാനമുണ്ട്. ദീപയ്ക്ക് ഇനിയും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ആ തൊഴിൽ ശോഭിക്കാൻ കഴിയട്ടെ. ചെയ്യുന്ന തൊഴിൽ ഏറ്റവും ചെറുതാണെങ്കിൽ പോലും സംതൃപ്തിയോടുകൂടി ആത്മാർത്ഥയോട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് ഏത് തൊഴിലും മഹത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ദീപയെ കുറിച്ച് ഒരു വാക്ക് അഭിനന്ദനമായിട്ട് പറയാതിരിക്കാൻ വയ്യ. കാരണം മനുഷ്യന്റെ ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാണ്. ആ മനസ്സിന്റെ ശക്തിയിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ദീപ ചെയ്തിട്ടുള്ളത്. ആ ശക്തി കാണിച്ചു തന്നത് എല്ലാ വ്യക്തികൾക്കും മുമ്പിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരം ഉണ്ട്. ഏത് വ്യക്തിയാണെങ്കിലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനസ്സിന്റെ ശക്തി ഉപയോഗിക്കുന്നത് ആണ് മനുഷ്യ വംശത്തിന് ഏറ്റവും അനുഗാമ്യവും അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു ദീപ. എല്ലാവിധ അഭിനന്ദനങ്ങളും. വീണ്ടും ജീവിതത്തിലെ എല്ലാ ശ്രേയസ്സും പുരോഗതിയും ഉണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു. താങ്ക് യു സാർ, താങ്ക് യു. ഇഷ്ടപ്പെട്ട ഷീല അൺമ്യൂട്ട് ചെയ്യും. പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ പത്മ മാം, പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എങ്ങനെ ആത്മാർത്ഥമായും ജോലി ചെയ്ത് ശോഭിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. ഏതായാലും പരിചയപ്പെടാനും കാണാനും വിവരങ്ങളൊക്കെ അറിയാനും പറ്റിയത് വളരെ സന്തോഷം. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ തന്നെയാണ് നമ്മളെ മുന്നിലെത്തിച്ചത്. എല്ലാവർക്കും താങ്ക് യു മാം. ദീപ, ഡ്രൈവേഴ്സിനെയാണ് നമ്മൾ ഏറ്റവും പൈലറ്റ്, ലോക്കോ പൈലറ്റ് എല്ലാവരെയും നമ്മൾ വളരെ പിന്നെ ഒരു പ്രത്യേക മേഖലയിൽ നിൽക്കുന്നവരായിട്ടാണ് കൂട്ടാറുള്ളത്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയിട്ടുള്ളത് ആംബുലൻസ് ഡ്രൈവേഴ്സിനെയാണ്. കാരണം അവർ ആ ഒരു തിക്കും തിരക്കിനിടയിലൂടെ അവർ ആ ജീവനെ കൊണ്ട് ഓടുന്നത് കാണുമ്പോൾ നിങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് ഓടുകയാണോ എന്ന് തോന്നിപ്പോകാറുണ്ട്. പലപ്പോഴും ഇങ്ങനെ അന്തിച്ച് ഞാൻ നിന്ന് പോയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയിൽ ഇത്ര വിജയകരമായിട്ട് ദീപയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിൽ വളരെ വളരെ സ്തുത്യർഹമായ ഒരു സേവനമാണ് കുട്ടി ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എല്ലാത്തിനും പിന്നിൽ നിന്ന് സഹായിക്കുന്ന അല്ലെങ്കിൽ കരുത്ത് നൽകുന്ന ഹസ്ബൻഡിനും കൂടി ഇതിനുള്ള ഒരു പ്രശംസ പറയുകയാണ്. അദ്ദേഹത്തിന്റെ പേരും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നന്ദി. താങ്ക് യു മാം. ഹസ്ബൻഡിന്റെ പേര് മോഹൻ എന്നാണ്. പത്തനംതിട്ട റാന്നി അത്തിക്കയ സ്വദേശിയാണ്. ഞങ്ങൾക്കൊരു മോനുള്ളത്. മോന്റെ പേര് ദീപക്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ദീപ മാം.
ശക്തിയാണ് സ്ത്രീ എന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം തന്നെ മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ചെയ്തത്. ഒരുപാട് ഒരുപാട് നന്ദി. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ ഇവിടെ ഇരിക്കുന്നതിൽ പലർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതേപോലെ ഇനി ഒരു വനിതയെ കൂടെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗിവ് ടു ഗെയിൻ എന്ന സന്ദേശം പോലെ തന്നെ കൊടുക്കലിലൂടെ നേടാനാകും, ഏറെ നേടാൻ കഴിയും എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ച ഒരു വനിതയാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. പുഞ്ചിരിയുടെ രാജകുമാരി, അതാണ് തെഹസിൻ സക്കീർ എന്ന വ്യക്തിയെ വിശേഷിപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്. സ്നേഹം, കരുണ, സഹായം, അറിവ് എന്നിവ മറ്റുള്ളവർക്കായിട്ട് പങ്കുവെക്കുമ്പോൾ സമൂഹത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അത് വീണ്ടും സന്തോഷം, സമാധാനം, ബഹുമാനം എന്നീ രീതിയിൽ നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതൃകയാണ് നമുക്ക് മുന്നിലിരിക്കുന്ന തെഹസിൻ സക്കീർ മാം. MSc സൈക്കോളജിയും PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിയും അതുപോലെ ICTA ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന പേരിൽ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് MTA മാസ്റ്റർ ട്രാൻസാക്ഷണൽ അനലിസ്റ്റ് ആയും ഇത്തരം വിദ്യാഭ്യാസ യോഗ്യതകളും അതേപോലെ 12 വർഷത്തെ അനുഭവ സമ്പത്തും ഉള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ട്രെയിനറായിട്ട് എത്തിയിരിക്കുന്നത്. പ്രശ്നങ്ങളിൽ പെട്ട് ഉഴലുന്ന അനേകായിരം പേർക്ക് ട്രെയിനിങ്ങിലൂടെയും കൗൺസിലിങ്ങിലൂടെയും അതേപോലെ അവരുടെ സ്വന്തം കഴിവുകളും ശക്തിയും എല്ലാം തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രചോദകമാകുന്ന ഒട്ടനവധി ഓൺലൈൻ ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകൾ തെഹസിൻ സക്കീർ മാം ചെയ്തിട്ടുണ്ട്. അതിൽ അസെൻഡിങ് അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ ഫൗണ്ടർ കൂടിയാണ് തെഹസിൻ മാം. തെഹസിൻ മാമിനെ നമ്മുടെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രതിബിംബമായി മാത്രമേ കാണാൻ കഴിയൂ. മാമിനെ സ്വീകരിക്കാനായി നമ്മുടെ മനസ്സിലെ സ്നേഹവും ബഹുമാനവും എല്ലാം നമുക്ക് ഈ സ്ക്രീനിലൂടെ പാറിപ്പറക്കട്ടെ. ഒരു ഹാർട്ട് ഇമോജിയിലൂടെ മാമിനെ ക്ഷണിക്കുന്നു. ഓവർ ടു യു തെഹസിൻ മാം. Thank you so much, Annie. Thank you. Thank you for such a warm welcome, and to all of the organizers, PCTA family, thank you so much. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് thank you. My heart is so full. Okay. By God's grace, I'm able to be here. So good evening and happy International Women's Day to all of you. Okay. ഞാനൊരു മലയാളവും ഇംഗ്ലീഷും ചേർന്ന ഒരു മംഗ്ലീഷിലാണ് സംസാരിക്കാൻ പോകുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ആളുകളില്ലല്ലോ. കുറച്ച് ഒട്ടും മലയാളം അറിയാത്ത ആളുകൾ കൂടി ഉണ്ട്, അതുകൊണ്ടാണ്. Thank you so much. Okay. So ഇവിടെയുള്ള ഈ പരിചിതമായ ഫേസസ് കാണാൻ തന്നെ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒത്തിരി നാടുകള് വളരെ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒത്തിരി പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ആ കാലങ്ങളെല്ലാം ഓർമ്മ വരുന്നു. ഓക്കെ, ഇനിയും നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകണം. PCTക്ക് all congratulations and ആശംസകൾ. Okay, for all the work it is doing. So, and ഇത്ര ധീര വനിതയായ ദീപയെ മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ I feel so blessed. Thank you so much, and very inspiring story. Okay, really touched my heart.
So International Women's Day, this year's theme is give to gain. Okay. അപ്പൊ നമ്മൾ ഇന്ന് എല്ലാവരും നമ്മളുടെ സമയം, നമ്മളുടെ അറ്റൻഷൻ, അല്ലെ, നമ്മുടെ എഫേർട്ട് എല്ലാം കൊടുക്കുന്നത് എന്തിനാണ്? സോ ദാറ്റ് all women can gain. All of us can gain. When women grow, the whole family grows, right? We all gain. സ്ത്രീകൾക്ക് ഉയർച്ച ഉണ്ടാവുമ്പോൾ മൊത്തം കുടുംബം, സമൂഹം, രാജ്യം എല്ലാം ഉന്നതി ഉണ്ടാവും, ഇല്ലേ? That is how it is. That is why it is so important to do this. And as Usha ma'am said, UN has been celebrating this from 1977, right? Yeah. Okay. അപ്പൊ ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ആക്ച്വലി നിങ്ങളെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യാനാണ്. ഓക്കെ. എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മൾ അവയർനെസ് കൊണ്ടുവരികയാണ്. അവയർനെസ് വരുമ്പോൾ ശരിക്കും it causes some disturbance. So without, so I'm just giving you fair warning, that is what. Yeah. This is a journey that we're going to take together to think about how we are treating our clients, our mentees, right? So this is an association of counselors and trainers, right? Yeah. And therefore, we are all soul healers. I would like to say that. Because psychiatry, the word psychiatry consists of two words. Psyche meaning soul and iatry meaning healing. So, നമ്മൾ എല്ലാവരും in the profession of healing souls, right? So, but what is the framework that we are using in order to do that? That is what I want to question and disturb you, and I want to make you think about it, okay? And bring some awareness. Ready for that? നമുക്ക് സംസാരിച്ച് ചോദിച്ച് പോവാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കാം കേട്ടോ. ലെറ്റ് us interact, let us talk to each other. ഓക്കെ, ഞാനിവിടെ വന്ന് കുറെ കാര്യങ്ങൾ പറയാൻ അങ്ങനെയല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് let us co-create this. We're going to co-create it so that we can learn and grow together. Okay, very important. Yes. ഇപ്പോൾ നിങ്ങൾ പോസ്റ്ററിൽ കണ്ടു കാണും ഇതിന്റെ ടൈറ്റില്, ഒറ്റപ്പെടലിന്റെ വേദനയിൽ നിന്ന് സമ്പൂർണതയിലേക്ക്, അല്ലെ? എന്തായിരിക്കാം? പലപ്പോഴും നമ്മുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനീസോ മെന്റീസോ വരുമ്പോ they are confused, they are in a lot of pain and suffering, അല്ലെ? How can we lead them to wholesomeness, to be true to who they are? This is where I'm introducing a new framework called radical psychiatry toward the democracy of mind and people. Okay. നമ്മൾ യൂഷ്വലി നമ്മുടെ അടുത്ത് ഒരു ക്ലയന്റ് വന്നിട്ടുണ്ടെങ്കിൽ വി ആർ യൂസിങ് ദ മെഡിക്കൽ മോഡൽ. സൈക്യാട്രിസ്റ്റ് ആയാലും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയാലും കൗൺസിലേഴ്സ് ആയാലും നമ്മൾ പ്രിഡോമിനന്റ്ലി യൂസ് ചെയ്യുന്നത് മെഡിക്കൽ മോഡലാണ്, അല്ലേ? ആൻഡ് അതിന്റെ ഒരു കീ ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം വളരെ നല്ലതാണ്. All is well with the world. You are the problem. You don't adjust, that is why you are sick, right? ഇത്തരം മനോഹരമായ ഒരു ലോകത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യാനാണ് പലപ്പോഴും ഈ മെഡിക്കൽ മോഡലിന്റെ ഒരു ഊന്നൽ. ഐ ആം സേയിങ് ലെറ്റ് us think beyond that. ശരിക്കും ഇതത്ര മനോഹരമായ വേൾഡ് ആണോ എന്ന് ഞാൻ ഒരു ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻ ഐ എം ആസ്കിങ്, റൈറ്റ്? എല്ലാ ദിവസവും രാവിലെ എല്ലാരും പേപ്പർ വായിക്കാറുള്ളതല്ലേ? വായിക്കുന്നുണ്ടല്ലോ. ആ പേപ്പർ രാവിലെ എടുത്ത് വായിക്കുമ്പോ എന്ത് തോന്നുന്നു? ഈ ഒരു വേൾഡിനോട് അഡ്ജസ്റ്റും അഡാപ്റ്റും ചെയ്യാൻ പറ്റാത്തത് ഒരു ഫെയിലിയർ ആണോ? അതൊരു ഇൽനെസ് ആണോ? അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ?
another disturbing question. So this is where I'm inviting you to a different framework. Instead of placing all the responsibility, എല്ലാ ഉത്തരവാദിത്വം ക്ലയന്റിന്റെ അല്ലെങ്കിൽ ട്രെയിനിയുടെയോ തലയിലിടാതെ, let us start looking at other things. Social, political, economic, cultural environment in which they are living. That is what radical psychiatry is about. What is radical psychiatry about? It is about ആളുകളുടെ പ്രശ്നങ്ങൾ. People's troubles have their cause not within them. അവരുടെ ഉള്ളിലല്ല ശരിക്കുമുള്ള പ്രശ്നം, but in their alienated relationships. അവരുടെ ഒറ്റപ്പെടല്, in their exploitation, in polluted environments, in war, and in the profit motive. Right? So, is it the client's problem, or is there something wrong in the environment in which we are living? And as healers of the soul, നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? ക്ലയന്റിന്റെ ഉള്ളിൽ മാത്രം നോക്കിയാൽ മതിയോ, അല്ലെങ്കിൽ ചുറ്റും നോക്കേണ്ടതില്ലേ? റൈറ്റ്? Ma'am, we have to see the environment also. Excellent. Yes. That is what I'm talking about. This is radical psychiatry. 60s, 70s ലാണ് ഈ ഒരു മൂവ്മെന്റ് വളരെ ശക്തമായിട്ട് വന്നത്, എസ്പെഷ്യലി വിയറ്റ്നാം വാർ. ദാറ്റ് ടൈം US വിയറ്റ്നാമിൽ വാർ സ്റ്റാർട്ട് ചെയ്ത ടൈമാണ്. അപ്പോഴെല്ലാം the impact of all these things on human beings. അതിനെ കുറിച്ച് sorry for that, there was some disturbance. So as soul healers, what do we do? Right? So I'm starting with a question. Introducing radical psychiatry, I'm starting with a question. Okay. രാധയ്ക്ക് എന്ത് പറ്റി? രാധയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇപ്പൊ നിങ്ങൾ ചോദിക്കണ്ടോ ഇതാരാണ് രാധ? ഞങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. രാധയെ ഞാൻ പരിചയപ്പെടുത്താം. രാധ ഒരു ശരിക്കുമുള്ള ഒരു റിയൽ പേഴ്സൺ ആണോ അല്ലെന്നും പറയാൻ പറ്റില്ല. Because she is a composite of all of the women that I have seen over the years. രാധ എന്നൊരു വ്യക്തി ഉണ്ട്, പക്ഷെ അതൊരു പർട്ടിക്കുലർ വ്യക്തി ആവണം എന്നില്ല. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നു രാധയ്ക്ക് എന്ത് പറ്റി? ഹസ്ബൻഡ് ആയ ഹരി പോലും ചോദിക്കുന്നത് ഇത് തന്നെയാണ്. നാട്ടുകാര് ചോദിക്കുന്നു, വീട്ടുകാര് ചോദിക്കുന്നു. രാധ ഉറങ്ങുന്നില്ല, രാധ ഭക്ഷണം കഴിക്കുന്നില്ല, മണിക്കൂറോളം കിടന്ന് കരയുന്നു. പണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായ കാര്യങ്ങളിലൊന്നും രാധയ്ക്ക് ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം, ക്ഷിപ്രകോപം. കല്യാണം കഴിഞ്ഞ 6 മാസമേ ആയിട്ടുള്ളൂ. രാധ സ്നേഹിച്ച വ്യക്തിയെ തന്നെയാണ് രാധ കല്യാണം കഴിച്ചത്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവിച്ചത്, രാധയ്ക്ക് എന്ത് പറ്റി? ഇതാണ് ക്വസ്റ്റ്യൻ. ഓബ്വിയസ്ലി ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ എന്താവും, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടി ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും, ഇല്ലേ? അപ്പൊ നമ്മുടെ മെഡിക്കൽ മോഡലില് ഈ സംഭവങ്ങളെല്ലാം, ഈ സിംറ്റംസ് എല്ലാം കൂടി നമ്മൾ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഡിപ്രഷൻ എന്നൊരു ബോക്സിൽ. അപ്പൊ ആ ലേബിൾ എടുത്ത് ആ പേഴ്സന്റെ തലയിൽ വെക്കും. പിന്നെ അതിന് അസൈൻ ചെയ്ത ചില മരുന്നുകളുണ്ട്, ആന്റി ഡിപ്രസൻസ് ഇത് വഗേര, അതെല്ലാം കൊടുക്കും, അല്ലേ? എന്നാൽ പോലും രാധയ്ക്ക് എന്ത് പറ്റി എന്ന ക്വസ്റ്റ്യന് ഒരു ഉത്തരവും ഇല്ല അപ്പോഴും. ഉണ്ടോ? അനദർ ഡിസ്റ്റർബിങ് ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ നിങ്ങളെ ശരിക്കും ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ. Because the medical model is about looking inside the person. What does the medical model say? The medical model says that the problem is entirely in the individual chemistry of the mind. ആളുകളുടെ ഉള്ളിലാണ് പ്രശ്നം എന്നാണ് മെഡിക്കൽ മോഡൽ പറയുന്നത്.
അവിടെ രാധ മരുന്ന് കഴിക്കുന്നു. അപ്പൊ ഇപ്പൊ മണിക്കൂറോളം കരയുന്നില്ല, പക്ഷെ വളരെ നിർവികാരമായിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഈ റാഡിക്കൽ സൈക്യാട്രിയിൽ നോക്കുകയാണെങ്കിലോ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. അപ്പോ 6 മാസം മുമ്പ് രാധയുടെ ജീവിതം എങ്ങനെയായിരുന്നു? എപ്പോഴാണ് രാധയ്ക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടായത്? ഹൗ ഡിഡ് ഹർ എൻവയൺമെന്റ് ചേഞ്ച്? What are the factors, the social, political, economic, cultural factors, family environment? What is impacting her? What is happening to her? What is she lacking? അപ്പോ ഈ റാഡിക്കൽ സൈക്യാട്രി കുറെ നാളെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ, ബിക്കോസ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ള ഒരു സോഷ്യൽ സൈക്കോളജിയില് ഒരു ഹയർ സർട്ടിഫിക്കേഷൻ ഉള്ള ആളാണ് ഞാൻ. അതിൽ റാഡിക്കൽ സൈക്യാട്രി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് രാധ വരുമ്പോൾ ഞാൻ പറയണു, ഞാനൊരു ഇപ്പോൾ ഒരു 12-13 years ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അനവധി രാധമാരെ കണ്ടിട്ടുണ്ട് അല്ലെ. രാധ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അല്ലെ. മുമ്പ് എന്താ സംഭവിച്ചത്, ഇപ്പൊ എന്താണ് മാറ്റങ്ങൾ? അപ്പൊ ഇവിടെ അപ്പോഴാണ് ഒരു സ്റ്റോറി ഉരുത്തിരിയുന്നത്. എന്തൊക്കെയാ സംഭവിച്ചത് രാധയ്ക്ക്? Radha was a very vibrant and energetic and creative person before marriage, and she had a lot of friends, and she was so attractive that Hari fell in love with her, pursued her for several years. കല്യാണം കഴിച്ചപ്പോ എന്ത് സംഭവിച്ചു? രാധയുടെ നാട്, വീട്, ജോലി, യെസ് ഷീല മാം, ഇതെല്ലാം വിട്ട് രാധ ഹരിയുടെ വീട്ടിലേക്ക് പോയി. എന്തെല്ലാം കാര്യങ്ങളാണ് രാധ ഉപേക്ഷിച്ചത് അല്ലെ. അത് മെഡിക്കൽ മോഡലിൽ ആരും ചോദിക്കാറില്ല. ഫോർ ദാറ്റ് യു നീഡ് ടു തിങ്ക് റാഡിക്കലി. റാഡിക്കൽ സൈക്യാട്രി വിച്ച് ലുക്സ് അറ്റ് ദ എൻവയൺമെന്റ്, ദ കോണ്ടെക്സ്റ്റ്, സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു ക്ലയന്റിന്റെ മേലെ സമ്മർദ്ദം ചെലുത്തുന്നത് അല്ലെ. നമുക്ക് മുന്നിലിരിക്കുന്ന വ്യക്തി നേരിടുന്ന സാഹചര്യങ്ങൾ എന്താണ് അല്ലെ. വി നീഡ് ടു ആസ്ക് ദാറ്റ്. രാധ ഒരു പടുകൂറ്റൻ വൃക്ഷം പോലെയായിരുന്നു. അതിന് അനവധി വേരുകളുണ്ട് അല്ലെ. ഒരു പടുകൂറ്റൻ വൃക്ഷം അതിന്റെ ഒരു എൻവയൺമെന്റിൽ ജീവിക്കുമ്പോൾ അത് അനവധി വേരുകളുണ്ട്. അത് ഓരോ വേരിൽ കൂടിയും അത് എത്രത്തോളം ന്യൂട്രീഷൻ എടുക്കുന്നുണ്ട് അല്ലെ. അത് എത്രയോ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി അങ്ങനെയുള്ള ഒരു എൻവയൺമെന്റ് നിന്ന് അങ്ങനെ തന്നെ രാധയെ പറിച്ച് നടുവാണ് ഈ കൂറ്റൻ പടുവൃക്ഷത്തിന്. അങ്ങനെ പറിച്ച് ഒരു പുതിയ മണ്ണിൽ നടുമ്പോ എന്ത് സംഭവിക്കുന്നു? ഒന്നാമത് വേരുകൾ പലതും മുറിഞ്ഞു പോകും. പുതിയ സ്രോതസ്സുകളിൽ ഒന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റുന്നില്ല ഇല്ല. ആകപ്പാട് ഹരി എന്നൊരു സ്രോതസ് ഉണ്ടെന്ന് രാധ വിചാരിച്ചു. പക്ഷെ 20 ദിവസം കഴിഞ്ഞപ്പോ ഹരി വിദേശത്ത് പോയി. പിന്നീട് വീട്ടിലാരുണ്ട്? ഹരിയുടെ അമ്മ രാവിലെ ജോലിക്ക് പോവും, സിസ്റ്റർ രാവിലെ കോളേജിൽ പോവും, അച്ഛൻ ഓൾറെഡി വിദേശത്താണ്, വീട്ടിൽ ആരും ഇല്ല. പിന്നെ സമൂഹത്തില് ഒരു ഭർതൃ ഗൃഹത്തിലേക്ക് പോയാൽ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ രാധയും അനുഭവിച്ചു. ദാറ്റ് വാസ് വെരി ഷോക്കിംഗ് ടു ഹർ. രാധയുടെ താല്പര്യങ്ങൾ ആരും ചോദിക്കുന്നില്ല. അവിടെ രാധയുടെ നീഡ്സും ഫീലിങ്സും ആരും അന്വേഷിക്കുന്നില്ല. അവരൊരു പുതിയ കാറ് വാങ്ങിച്ചു. രാധ കൊണ്ടുവന്ന പൈസ ഉപയോഗിച്ചിട്ടാണ് അവരത് വാങ്ങിച്ചത്. പക്ഷെ ആ കാറിന്റെ ബ്രാൻഡ് എന്താ, കളർ എന്താണെന്ന് പോലും രാധ അറിഞ്ഞിട്ടില്ല. അതവിടെ വരുന്നവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലോ അവിടെയുള്ള കാര്യങ്ങളിലോ ഒന്നും രാധയ്ക്ക് പങ്കില്ല. നോ അപ്രീസിയേഷൻ, എന്നാൽ ഡെഫിനറ്റ്ലി ക്രിറ്റിസിസം ഉണ്ട്. ഇങ്ങനെയുള്ള രാധമാരെ നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മളുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും രാധ ആയിട്ടില്ലേ? അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ല അവിടെ. അതാ, പലതും ഇല്ല. അപ്പൊ ഇമാജിൻ, അങ്ങനെ ഒരു പടുകൂറ്റം വൃക്ഷത്തിന് എടുത്ത് ഒരു പുതിയ മണ്ണിലോ ഒരു സ്രോതസ്സും ഇല്ലാതെ ഇടുമ്പോ അത് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ വിൽറ്റ് ഇല്ല. അതിന് ഗ്രോത്ത് ഉണ്ടാവും, അതിന് പോഷകാഹാരം ഉണ്ടാവും.
ഇല്ല, ഒന്നുമില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു വിൽറ്റ്. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു രാധ. ആൻഡ് സോ വെൻ വി തിങ്ക് ഇൻ ദാറ്റ് വേ, ദാറ്റ് ഈസ് വെൻ വി അണ്ടർസ്റ്റാൻഡ്. അപ്പോഴാണ് നമുക്കൊരു ഉത്തരം കിട്ടുന്നത്, രാധയ്ക്ക് എന്ത് പറ്റിയെന്ന്. ഡസ് ഇറ്റ് മേക്ക് സെൻസ്? So radical psychiatry holds that mental struggles are not individual illnesses, but forms of alienation. രാധയ്ക്ക് എന്താ സംഭവിച്ചത്? ഒറ്റപ്പെടലാണ്. Caused by powerlessness. അല്ലെ? അവിടെ രമാവതി പറഞ്ഞ പോലെ അഭിപ്രായത്തിന് യാതൊരു വിലയും ഇല്ല, ആരും ചോദിക്കുന്നില്ല. ആൻഡ് ഒപ്രഷൻ. ഒപ്രഷൻ എന്ന് പറയുമ്പോ എന്താ സംഭവം? അടിച്ചമർത്തൽ. അതാണ് അവിടെ സംഭവിക്കുന്നത്. രാധ അനുഭവിക്കുന്നത് എന്താണ്? ഏലിയനേഷൻ, ഒറ്റപ്പെടലാണ് അവിടെ അനുഭവിക്കുന്നത്, അല്ലെ? Radical psychiatry says the root cause of social and psychological distress is that it is alienation. Okay. And അവിടെ ഇപ്പൊ ഒരു വലിയ ഒരു പവർ, ഒരു ചെറിയ പവറിന്റെ മേല് ഒരു ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള പവർ ചെലുത്തുമ്പോഴാണ് oppression ഉണ്ടാവുന്നത്. Alienation is the result of oppression in which the oppressed has been deceived. ഇല്ലേ? എല്ലാവരും രാധനോട് ചോദിക്കും, നിനക്കെന്താ സന്തോഷമായിട്ട് ജീവിച്ചൂടെ, നിനക്കിപ്പോ എന്തിന്റെ കുറവാണ്? വിദേശത്തുള്ള നല്ല സമ്പന്നനായിട്ടുള്ള സുമുഖനായിട്ടുള്ള ഭർത്താവ്, നീ പ്രേമിച്ച് കല്യാണം കഴിച്ച ആള്, നല്ലൊരു കുടുംബം, എന്നിട്ട് നിനക്കെന്താ പ്രശ്നം? നീ ശരിക്കും സന്തോഷിക്കേണ്ടവളല്ലേ, എന്താ നീ അഡ്ജസ്റ്റ് ചെയ്യാത്തത്? സോ ദാറ്റ് ഇസ് ദ ഡിസെപ്ഷൻ, റൈറ്റ്? രാധ ഇസ് കൺഫ്യൂസ്ഡ്. രാധയ്ക്ക് തന്നെ അറിയില്ല രാധനോട് നിനക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ രാധ വെറുതെ തല താഴ്ത്തിയിരുന്ന കാര്യം. രാധയ്ക്ക് അറിഞ്ഞുകൂടെ എന്ത് സംഭവിച്ചു. The most potent weapon in the hands of the oppressor is the mind of the oppressed. അപ്പൊ അവിടെ നടക്കുന്നത് മിസ്റ്റിഫിക്കേഷൻ ആണ്, ഡിസെപ്ഷൻ, കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, അല്ലെ? ഒപ്രഷൻ ഉണ്ടാവുമ്പോ അവിടെ നമ്മുടെ ക്ലയൻസും ട്രെയിനീസും മെന്റീസും ഒക്കെ പലപ്പോഴും വരുന്ന വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ്. They're not able to think through what happened to them. They don't understand. ഏലിയനേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഒപ്രഷൻ പ്ലസ് മിസ്റ്റിഫിക്കേഷൻ. മിസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസെപ്ഷൻ തന്നെയാണ്, പ്ലസ് ഐസൊലേഷൻ, അല്ലെ? അതുകൂടിയാണ് ഏലിയനേഷനായി മാറുന്നത്. ഓക്കെ. സോ രാധയുടെ പ്രശ്നങ്ങളുടെ മൂല കാരണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ രാധയുടെ ഉള്ളിലേക്ക് നോക്കിയിട്ട് മാത്രം കാര്യമല്ല, രാധയുടെ ചുറ്റുവട്ടത്ത് നോക്കണം, സമ്മർദ്ദങ്ങൾ നോക്കണം, സാഹചര്യങ്ങൾ നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. So that is what alienation is about. And radical psychiatry says most of the problems, social and psychological problems, are coming from alienation. Okay. Now let us talk to each other. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ എല്ലാവരും ഓരോ സിസ്റ്റംസിന്റെ പാർട്ടല്ലേ? They are all part of different systems, right? ഇപ്പൊ ഫാമിലി, കുടുംബം ഒരു സിസ്റ്റമാണ്, അല്ലേ? All of us are part of the system called family. അതുപോലെ PCTA, it is a system that we are part of, right? And like that, നമ്മളെല്ലാവരും പല സിസ്റ്റംസിന്റെ ഭാഗമാണ്, അല്ലെ? This nation, lot of systems we are part of. I'm a part of the system called ICT. I'm part of lot of systems. അതുപോലെ നിങ്ങളൊക്കെ ഏത് സിസ്റ്റംസിന്റെ ഭാഗമാണ്? ഏത് സിസ്റ്റമിലാണ് നിങ്ങൾക്ക് ആ ഒരു ഏലിയനേഷൻ തോന്നിയിട്ടുണ്ടോ? തോന്നിയപ്പോ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത്? നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. രാധ ധാരയാവൻ ആയി മാറുക ചെയ്യും. രാധ ധാരയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് പക്ഷെ എന്തുകൊണ്ടാവുന്നേ, എങ്ങനെയാവുന്നെന്ന് രാധക്കും അറിയില്ല, ചുറ്റുമുള്ളവർക്കും അത് മനസ്സിലാവും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. രാധയ്ക്ക് മാത്രമേ ഏലിയനേഷൻ ഉള്ളൂ. രാധ കൊണ്ടുവന്ന കാശ്, രാധ കൊണ്ടുവന്ന വീട്ടുകാർ കൊടുത്തുവിട്ട ഗോൾഡ്, ഇതിനൊന്നും ഒരു ഏലിയനേഷനും ഇല്ല.
ധീരവനിതകൾ. എന്താ പറഞ്ഞേ, ആരും ഇല്ലാത്തപ്പം ഉള്ളൊരു ഒറ്റപ്പെടലില്ല, എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലത്തെ ഒരു ഫീൽ വരത്തില്ലേ, അത് ശരിക്കും എലിനേഷൻ അല്ലേ? നമ്മൾ ഇല്ല. ഐസൊലേഷൻ അല്ല, എല്ലാവരും ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആരും ഇല്ല, ഉം കംപ്ലീറ്റ്ലി നമ്മൾ ഇതാണ്. പക്ഷെ ഉം കൂട്ടത്തിലിരിക്കുമ്പം നമുക്കൊരു ഇത് ഫീൽ ചെയ്യുന്നത് അത് അല്ലേ ശരിക്കും എലിനേഷൻ എന്ന്? എക്സാക്ട്ലി. അതെ. അങ്ങനെ പറയുമ്പോ ചിലപ്പം ആളുകൾ വിത്ഡ്രോവലിൽ പോകാനും സാധ്യതയുണ്ട് അല്ലെ? എല്ലാരും ഇരിക്കുമ്പോഴും നമുക്ക് ഒറ്റപ്പെടൽ തോന്നുന്നു. അത് എത്ര പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? താങ്ക് യു ഫോർ ദാറ്റ് ഷെയറിങ്. അത് എവിടുന്ന് വന്നെന്ന് അറിയില്ല, ശരീരം പോലെയായിരുന്നു. ഓക്കെ, താങ്ക് യു. അത് വന്നത് വയനാട്ടിൽ നിന്നാണ്. അത് ശരി. ഓ, അതുപോലെ മനോഹരമായ ഒരു വോയിസ് ആയിരുന്നു, വയനാട് പോലെ. ഓമന ടീച്ചർ. ആ, താങ്ക് യു. ഓക്കെ, അതുപോലെ ഏലിയനേഷന്റെ എന്തെങ്കിലും കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ടോ? ലെറ്റ് us talk to each other. അല്ലേ? We are here to talk to each other. Only then we can make changes. Tulasi ma'am. Yeah, ma'am. Thank you for giving me the opportunity. People are always looking the outer beauty, the facilities, everything, but they don't know what is happening inside. Actually, wherever we go, that whether it is in the relationship, parenting, wherever there is a need. People are not understanding the need. But they outer look, they say they have bungalow, car, property, gold, but what is happening to them? They are not feeling happy. Beyond all this, one thing we need, some need hidden behind that people are not understanding. The close heart, those who want to know, they are not understanding, trying listening them. Definitely. That make people loneliness many times. Yeah. Yeah. പലപ്പോഴും നമ്മൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഏലിയനേറ്റഡ് ആണ്, നമ്മളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഏലിയനേറ്റഡ് ആണ് അല്ലെ? നമ്മളുടെ ഉള്ളിൽ തന്നെ ഏലിയനേഷൻ നടക്കുന്നുണ്ട്. ഏലിയനേഷൻ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹാപ്പനിങ് വിത്ത് അതർ പീപ്പിൾ, ഇൻ റിലേഷൻഷിപ്സ് മാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഏലിയനേഷൻ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മളുടെ ശരീരമായിട്ട് കണക്റ്റഡ് അല്ല അല്ലെ? അഡിക്ഷൻസ് ഉള്ളവരിൽ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എന്താണ്? വി ഇൻവൈറ്റ് ദം ടു കണക്ട് വിത്ത് ദെയർ ബോഡി അഗൈൻ. ദേ ആർ ഏലിയനേറ്റഡ് ഫ്രം ദെയർ ബോഡി. അറ്റ് ടൈംസ് പീപ്പിൾ ആർ ഏലിയനേറ്റഡ് ഫ്രം ദെയർ മൈൻഡ്സ് അല്ലേ? ഏലിയനേഷൻ പല രീതിയിൽ സംഭവിക്കാം. ഞാൻ ഓർഗനൈസേഴ്സിനോട് ചോദിക്കണമെന്നുണ്ട്, എനിക്ക് എത്ര മണിവരെയാണ് സമയമുള്ളത്? ഐ എം നോട്ട് ക്ലിയർ ബിക്കോസ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എത്ര മണിവരെയാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്? മാമിന് 8:15 വരെ ചെയ്യാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ദാറ്റ് മേക്സ് ഇറ്റ് വെരി ക്ലിയർ. താങ്ക് യു. Yeah. Okay. So alienation is not only happening in the body, in the heart, in the mind. നമ്മളുടെ ജോലികളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഏലിയനേറ്റഡ് ആണ്. അതായത് എന്തിനു വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നു അല്ലെ? ഇത് ആണുങ്ങളെ പെണ്ണുങ്ങളെ എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ നമ്മൾ എന്തിനു വേണ്ടിയാ ജോലി ചെയ്യുന്നത്, ആ ജോലിയോടുള്ള നമ്മളുടെ ഒരു കണക്ഷൻ ചില സമയത്ത് അത് മിസ്സിംഗ് ആണ്. വി ആർ ഫേസിങ് ഏലിയനേഷൻ there, but not Deepa അല്ലെ? See how satisfied Deepa is. ദീപയുടെ ആ സാറ്റിസ്ഫാക്ഷൻ കണ്ടില്ലേ, ആ ഒരു തൃപ്തി, because she is not alienated from her work. She is connected, right? അതാണ്. So when we are alienated from all these things, we go through a lot of suffering. അവിടെ നിന്നാണ് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാവുന്നത്. Alienation of the mind is called mindlessness. Mindlessness വരുമ്പോൾ എന്ത് സംഭവിക്കും? മെന്റൽ സ്ട്രഗിൾസ്, മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുന്നു. അതാ പലപ്പോഴും
ക്ലയൻസ് ഇപ്പൊ രാധയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ രാധ അനുഭവിക്കുന്ന കാര്യങ്ങളെ ശരിവെക്കുന്ന രീതിയിൽ ആരും സംസാരിക്കാൻ ഉണ്ടാവണം എന്നില്ല. ഒരു രാധ എൻ്റെ അടുത്ത് വന്നപ്പോ കൊണ്ടുവന്നത് ഷീ വാസ് നോട്ട് റെഡി ടു ബി ഫിസിക്കലി ക്ലോസ് വിത്ത് ഹർ ഹസ്ബൻഡ്. അതുകൊണ്ടായിരുന്നു. പക്ഷെ അതും അവിടെയും എന്തുകൊണ്ട് രാധ ഇങ്ങനെയെന്ന് ആരും ചോദിച്ചില്ല. Okay. But only when you ask, you will know the answers to this. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരാളുടെ ഒരു പെർസെപ്ഷൻ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ അവർക്ക് മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകും. സോ ദേ ബിക്കം ഏലിയനേറ്റഡ് ഫ്രം ദെയർ മൈൻഡ്സ്. അതേപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ there is alienation from the body. That leads to joylessness and addictions. Now, when we are not connected with our heart, not able to love and receive love, appreciate, take in recognition or appreciation, that leads to lovelessness and depression. അല്ലേ? രാധയുടെ കാര്യത്തിലോ അതല്ലേ സംഭവിച്ചത്? അതാണ്. ഇവിടെ ആന്റി ഡിപ്രസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ക്കാളും വി നീഡ് ടു ലുക്ക് അറ്റ് എങ്ങനെ ആ ഒരു എൻവയൺമെന്റില് രാധയ്ക്ക് ഹൗ ഷി ക്യാൻ ഫൈൻഡ് ഹർ സ്ട്രെങ്സ്, ഹൗ ഷി ക്യാൻ ടേക്ക് കെയർ ഓഫ് ഹെർ സെൽഫ് ആൻഡ് മീറ്റ് ഹർ നീഡ്സ്, acknowledge her feelings. ഞാൻ പറഞ്ഞത് രാധയോട് ഇതാണ്, സെൽഫ് കെയർ വെരി ഇമ്പോർട്ടൻറ്റ്. നീഡ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ഒട്ടും റെക്കഗ്നേഷനോ അപ്രീസിയേഷനോ കിട്ടുന്നില്ല. രാധ എന്ത് ചെയ്തു? രാധ ഒരു പാർട്ട് ടൈം ജോബ് അപ്ലൈ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, ഒരു ഓഫ്ലൈൻ കോഴ്സിന് ചേർന്നു. ഓക്കെ, ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകാൻ തുടങ്ങി, രാധ സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി. There was a market change in her. Okay. രാധയുടെ കുടുംബമായിട്ട് സംസാരിച്ചു, ഇതൊക്കെയാണ് കാര്യം. ഈ വൃക്ഷത്തിന്റെ ഉപമ ആക്ച്വലി ഇസ് വെരി പവർഫുൾ. അപ്പൊ ആളുകൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. ആൻഡ് ദേ വർ വെരി വില്ലിങ് ടു ഹെൽപ്പ്. ദേ അണ്ടർസ്റ്റുഡ്. അവിടെ രാധയ്ക്ക് ഒട്ടും അവരിൽ നിന്ന് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ആൻഡ് ദേ സ്റ്റാർട്ടഡ് ടു സ്പെൻഡ് ടൈം വിത്ത് ഹർ. അവർ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് സമയം ചിലവഴിക്കാൻ തുടങ്ങി. Her husband's family were willing to do that. That is the beauty of it. അതുകൊണ്ട് രാധയുടെ എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, രാധയുടെ ജീവിതവും ബെറ്റർ ആവാൻ തുടങ്ങി അല്ലെ? സോ ഇറ്റ് ഈസ് ബൈ ടോക്കിംഗ് ത്രൂ മ്യൂച്വാലിറ്റി ആൻഡ് കോണ്ടാക്ട് ദാറ്റ് ചേഞ്ച് കുഡ് ഹാപ്പൻ, റൈറ്റ്? യാ, ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ? പലപ്പോഴും ചെറുപ്പത്തിലെ നമ്മുടെ സംസ്കാരത്തില് പുരുഷന്മാർക്ക് അവരുടെ ഇമോഷൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ അധികം പെർമിഷൻ ഒന്നും ഇല്ല. ദാറ്റ് ലീഡ്സ് ടു ആൻ ഏലിയനേഷൻ ഫ്രം ദെയർ ഇമോഷൻസ്, റൈറ്റ്? I'm not saying all are like that. There are many men who are very emotionally versatile, okay, and many women who are not. So there are always exceptions. പക്ഷെ നമ്മുടെ കൾച്ചറിൽ there is അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ട് ഇല്ലേ? So men and women actually go through a lot of social and psychological struggles because of alienation. So നമ്മൾ soul healers ആണ്. So we need to be mindful of all these things. That's what I'm saying. Okay. നിങ്ങളുടെ അനുഭവത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് alienation ഉണ്ടായിട്ടുള്ളത്? Alienation from mind, alienation from heart, from body. Where have you felt the alienation? Is there anything, any sharing that you want to make? Any questions you want to ask? സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏലിനേഷൻ കുറയ്ക്കാൻ ഒരു നല്ല ഓപ്ഷൻ അല്ലേ? Right? നമ്മൾ ചില നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാതെ വരുമ്പോഴും ഇത് ഏലിനേഷൻ ഉണ്ടാക്കത്തില്ലേന്ന്? Thank you for your inputs. Yes.
in your lives, how have you moved away from alienation? നിങ്ങളെ alienation നിന്നും പുറത്തു കടക്കാൻ സഹായിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? Because alienation is very subtle. It's hard to understand. ആളുകൾ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ they need to be able to talk about it and be sufficiently disturbed to start becoming aware, right? Awareness creates disturbance. Like I'm creating a lot of disturbance here now, right? Yeah. മാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മീന? ആ ചെറുപ്പത്തില് നമ്മളെ പറിച്ചു നടപ്പെടുമ്പോ ഉണ്ടാവുന്ന എലിനേഷൻ മനസ്സിലാക്കാം. പക്ഷെ എംപ്റ്റി നെസ്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു എലിനേഷൻ ഉണ്ടല്ലോ, അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. മാം എന്താ പറയുന്നത്? എങ്ങനെ എന്താണ്? ബിക്കോസ് ആ സമയത്ത് അതിന് ശേഷം നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു അറിവ് നമുക്ക് ഇല്ല. അതെ, അതാ അതുവരെക്കും നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യണം എന്ന് നമുക്ക് അറിയില്ല. ഇറ്റ്സ് വെരി ഓപ്പൺ എൻഡഡ്, റൈറ്റ്? അതാ അപ്പൊ അവിടെ വേണ്ടത് പുതിയ ഗോൾസ് ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. That would help us come out of that. As you said, പലപ്പോഴും അത് പരാമർശിക്കപ്പെട്ടിട്ടില്ല. പലപ്പോഴും സ്ത്രീകളാണ് ഇതിലൂടെ പോകുന്നത്. എന്നാലും പുരുഷന്മാരും ഒരു ജോലി കഴിഞ്ഞു, റിട്ടയർഡ് ആയി, അത് കഴിഞ്ഞിട്ട് ഇനി എന്താ അങ്ങോട്ടേക്ക് എന്ന് അവർക്കും ആ ഒരു എംപ്റ്റിനെസ് ഫീൽ ആവാറുണ്ട്, അല്ലെ? കുട്ടികളെല്ലാം പോയി, അപ്പോഴാണല്ലോ എംപ്റ്റിനെസ് വരുന്നത്. പക്ഷെ സ്ത്രീകളാണ് പലപ്പോഴും അതിൽ ഏറ്റവും അനുഭവിക്കുന്നത്. ബിക്കോസ് ദേ സാക്രിഫൈസ് a lot of the time. ഇപ്പോഴും ഡൊമസ്റ്റിക് ലേബറും കുട്ടികളെ നോക്കുന്നതും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ്, അല്ലെ? These are the things to be questioned. അവിടെയാണ് എംപ്റ്റിനെസ് സിൻഡ്രോം സ്ത്രീകളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നത്. ബിക്കോസ് അവിടെ വേറെ ഗോളുകൾ അവർക്കില്ല. ഓൾറെഡി സെറ്റ് ചെയ്ത ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, അല്ലെ? ടീന എന്ത് പറയുന്നു? അതെ, അതാണ് എന്റെ പ്രശ്നം. ഞാനത് ഇന്റർഫിയർ ചെയ്യട്ടെ. ഈ പറഞ്ഞ എന്താ പറയാ, ഇപ്പൊ പറഞ്ഞ ആ ടേം ഉണ്ടല്ലോ, അതായത് എംപ്റ്റിനെസ്, ദാറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് മൈൻഡ്ലെസ്നെസ്. കാരണം ചിന്തിക്കാൻ ആ സമയത്ത് പറ്റുന്നില്ല. അപ്പൊ അവിടെയാണ് നമ്മൾ എംപ്റ്റി ആകുന്നത്. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ, എനിക്ക് തോന്നുന്നു, ഇൻജങ്ഷൻസോട് കൂടി നിങ്ങൾ ചിന്തിക്കരുത്, അങ്ങനെയുള്ള ഇൻജങ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ മൈൻഡ്ലെസ്നെസ് ആണ് ഈ എംപ്റ്റിനെസ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന് ഓൾറെഡി മാഡം അത് ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞ ഒരു പോയിന്റ് ആണ്. അപ്പൊ ജസ്റ്റ് ഐ വാണ്ട് ടു ക്ലാരിഫൈ ദാറ്റ്. വാട്ട് ഈസ്? Yeah, she's talking about the empty nest. അതായത് empty nest, sorry. Sorry. ഞാൻ emptiness എന്നാ വിചാരിച്ചത്. Okay. No, thank you for your inputs. Yeah. So that's what we were talking about. അത് ശരിക്കും നമ്മളെല്ലാവരും ബാധിക്കുന്ന കാര്യങ്ങളാണ്, ബിയോണ്ട് ജെൻഡർ ഇറ്റ്സെൽഫ്, ബട്ട് എസ്പെഷ്യലി വിമൻ. ബിക്കോസ് വീട്ടിലെ കാര്യങ്ങൾ, നെസ്റ്റിനെ ഗാർഡ് ചെയ്യുന്നത്, നെസ്റ്റിന്റെ കാര്യങ്ങൾ അധികം നോക്കുന്നത് ആരാ? തീർച്ചയായും സ്ത്രീകളാണ്, അല്ലെ? That is the reality of it. Okay. Yeah. So again, many disturbing questions we are asking. We have no answers today, but we will keep asking the questions, because only when we ask these disturbing questions, only then we will expand our awareness. നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ അവയർനെസ് വരുള്ളൂ. അല്ലെങ്കിൽ വി റിമെയിൻ കൺഫ്യൂസ്ഡ്, വി ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. എന്താ ഇത്ര സന്തോഷം ഇല്ലാത്തത്, എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ കൺഫ്യൂസ്, നമുക്ക് അറിയാൻ പറ്റില്ല, ഇല്ലേ? ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ഇതുപോലെ PCTA പോലെ ഓർഗനൈസേഷൻസ് ഇങ്ങനെയൊക്കെ ടോക്സ് ഒക്കെ വെച്ചാലാണ് നമുക്ക് ഓവർ കോഫി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? രാധയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ രാധനെ കൊണ്ടുപോയി പൈസയൊക്കെ ചെലവാക്കി വർഷങ്ങളോളം ചികിത്സിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു മാറ്റം ഉണ്ടായി, രാധ തിരിച്ചു വീട്ടിൽ വന്നു. അപ്പൊ രാധ പിന്നെ അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. രാധയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ്. അവിടെയും ഇതെല്ലാം കഴിഞ്ഞിട്ടും എലിനേറ്റഡ് അവസ്ഥയിലാണ്. ആ ഇതിനെ ചെയ്യാനായിട്ട് വാസ്തവത്തിൽ ഫാമിലിക്ക് സാധിക്കുള്ളൂ. ആ ഫാമിലി എങ്ങനെയാണ് ആ എലിനേഷൻ ഒഴിവാക്കുന്നത് എന്നുള്ളത്
വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. Exactly. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയൂ. Thank you, Paul, sir. Yeah, that's very important. അല്ല, ശരിക്കും രാധയ്ക്ക് കുറച്ച് കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയും, എന്നാൽ കൂടി ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് നമ്മളുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ വി നീഡ് ടു ലുക്ക് അറ്റ് സിസ്റ്റമിക്കലി, അല്ലേ? സിസ്റ്റമിക്കലി നമ്മൾ നോക്കണം, ചുറ്റും നോക്കണം, ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്യണം ആൻഡ് ഗിവ് ദം ഇൻപുട്സ് ഹൗ രാധ ക്യാൻ ബി സപ്പോർട്ടഡ്. ഞാൻ പറഞ്ഞല്ലോ, രാധയുടെ ഫാമിലി വളരെ സപ്പോർട്ടീവ് ആയിരുന്നു, അതുകൊണ്ട് രാധയുടെ കാര്യം വളരെ പോസിറ്റീവായിട്ട് പോയി. പക്ഷെ വേറെ ചില രാധമാര് അവർക്ക് അങ്ങനത്തെ ഒരു സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അവർ ആ ഏലിയനേഷനിൽ നിന്ന് മാറുന്നില്ല, പക്ഷെ അവർ അവരുടേതായ തന്നെ ഇന്റേണൽ റിസോഴ്സസ് വെച്ച് ദേ മേക്ക് ചേഞ്ചസ്. So a very pertinent point by Paul sir. Yes. അപ്പോൾ എന്താ ആളുകൾക്ക് സംഭവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും they blame themselves for their failure, accept it, they assume that they are the source and reason for their own unhappiness. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ അടുത്ത് ക്ലയൻസ് വരുമ്പോൾ അതിനെ റീഎൻഫോഴ്സ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ ആഡഡ് ഒപ്രഷൻ, അല്ലേ? നമ്മൾ ഒരു ബോക്സിൽ അവരെ ഇട്ട് പിന്നെ അവർ അതുപോലെ ട്രീറ്റ് ചെയ്തു. അപ്പൊ ആളുകൾ സ്വയം പറയാം, ഞാൻ ബൈപ്പോളറാ, ഞാൻ ഡിപ്രഷനാണ്, എനിക്കിങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഇങ്ങനെ മാറാനാണ്, അല്ലേ? സോ വി ആർ ആക്ച്വലി ഡിസ്റ്റൻസിങ് ദം, പുട്ടിങ് ദം ഇൻ സർട്ടൻ കേജസ്. Healers must cease playing a part in the oppression of women by refusing to promote adjustment to their oppression. ഇല്ലേ? അഡ്ജസ്റ്റ് ചെയ്യൂ എന്തിനോട്? ഇത്ര നല്ല എൻവയൺമെന്റിനോടല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് ആ എൻവയൺമെന്റിലുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി വി നീഡ് ടു സ്റ്റാർട്ട് ഡൂയിങ് സംതിങ് ടു ചേഞ്ച് ദാറ്റ് എൻവയൺമെന്റ്. വി നീഡ് ടു സ്റ്റാർട്ട് ടോക്കിംഗ് ടു ഈച്ച് അതർ. മ്യൂച്വാലിറ്റി ആൻഡ് കോൺടാക്ട് ഇസ് എസെൻഷ്യൽ to challenge the deadening impact of oppression with mystification. അല്ലെങ്കിൽ നമ്മൾ ഡെഡൻഡ് ആയി പോകും, അല്ലെ? നിർവികാരമായിട്ട് ഇങ്ങനെ ആളുകൾ ഇരിക്കണ കാണാം പലപ്പോഴും, ഒന്നും ചെയ്യാൻ കഴിയാതെ. ബിക്കോസ് ദേ കൺഫ്യൂസ്, ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പൊ this kind of social awareness has to be there. We need to talk to each other. Internal and external contact is required. Contact എന്ന് പറയുമ്പോൾ we need contact with our thoughts, our feelings, our body sensations, and also with the external environment. അതിനൊരു ബാലൻസ് ഉണ്ടാവണം. ആൻഡ് അത് ക്ലയൻസിന് ചില പർട്ടിക്കുലർ ഏരിയാസിൽ ദേ മേ ബി ലാക്കിങ്. അത് നമ്മൾ അവരെ സഹായിക്കണം ടു ബ്രിങ് ദാറ്റ് കോണ്ടാക്ട്. അങ്ങനെ വരുമ്പോഴാണ് when there is contact, they become aware of their rights. അവകാശങ്ങളെ കുറിച്ചും അവരുടെ സാധ്യതകളെ കുറിച്ചും അവര് ബോധവാന്മാരാവും, ഇല്ലേ? അപ്പോഴാണ് ജസ്റ്റ് ആക്ഷൻ എടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഓൺലി ദെൻ there will be liberation. So ഇത് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. We as a society has to move forward, ഇല്ലേ? So rights, action, justice. ഇതാണ് ആക്ച്വലി യുവന്റെ ഈ വർഷത്തെ തീം. For all women and girls, but I say for all, for men, for everyone. Rights, justice, action. Because സ്ത്രീകൾ തളരുമ്പോ കുടുംബം മുഴുവൻ തളർന്നു പോകും, ഇല്ലേ? ആണുങ്ങളും കഷ്ടപ്പെടുന്നുണ്ട്, സ്ത്രീകൾ അവിടെയുള്ള പുരുഷന്മാരും വിഷമിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വികാരഭരിതരാവുന്നത് മനസ്സിലാവുന്നില്ല, അവർക്കും അറിയുന്നില്ല. Because these are all systemic factors. Social, economic, political and cultural causes are there. ഇത് നമ്മൾ അഡ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. So rights, justice, action. That is what we need to shout out. We need to move forward with that. Are we all ready for that? Okay. So as we are coming to a close, I want to say, why don't we give a whole shout out? Okay. Yeah. Let us. What are we going to shout out? Right, action, and justice. Yes. Rights, action, and justice. Rights, action, and justice. Rights, actions, and justice. Yes. Rights, action, and justice. Yes. And we'll say Sada Hak.
Aite rak, which means our rights here now, right? All of us need to have our rights here and now. Here and now. Ready? Yeah. Sadda hak aite rak. Sadda hak aite rak. Sadarak, I say rak. Yes. All of you, are you ready? I want all of you to unmute. As many as possible who are here, please unmute. Okay? And I want you to shout this out. We want our voices heard, regardless of whether we're men or women or anything. Sadda hak aite rak. Sadda hak aite rak. I say rak. Sadahak, I say rak. Aiserek. Sadharek. Sadahak. Aiserek. Sadda hak aite rak. Sadahak. Aiserek. Okay? Sadahak Aiserek. കിട്ടിയോ? ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ഒരുമിച്ച് പറയാം. Yeah. Ready? 1, 2, 2, 3. 3. Sadahak, I say hak. I say rak. So what are we going to do? We're going to be aware of our rights. We are going to take right just action so that we can get justice, we can be liberated. And this has to be done as a society, as a whole. Not just one person, not for just women. നമ്മളെ എല്ലാവരും, അല്ലേ? സ്ത്രീകൾ, പുരുഷന്മാരെ എല്ലാവരും, we need to go forward together so that we can build a new world, right? And നമുക്ക് ആഗ്രഹമില്ലേ ഈ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഒരു നല്ല ഒരു ന്യൂസ് കാണാൻ, ഇല്ലേ? അങ്ങനത്തെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യേണ്ട ബാധ്യത ആർക്കാ? നമുക്ക് തന്നെയല്ലേ? യെസ്, ദാറ്റ് ഇസ് വാട്ട്. അപ്പൊ നമ്മളുടെ ഗവൺമെന്റിനും ഒരു ബാധ്യതയുണ്ട്, അല്ലെ? Our state has a responsibility, not just towards individuals, not just towards society. Society ഇങ്ങനെ മെയിൻറ്റെയിൻ മാത്രമല്ല സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി. The responsibility of the state is also to protect the individuals, women, everyone. Okay? And with that, I conclude my talk. Sorry for taking up so much. രാത്രി മഴ പെയ്യും. Okay. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. Okay. ശരി, thank you so much. Okay. Thank you, ma'am. Lovely talk. Thank you, Monica. Yeah. Okay, thank you, ma'am. Thank you, ma'am. Latika ji. Thank you. Thank you. Thank you, madam. Tenzin ji. Thank you. Thank you, Thank ma'am. you, Sarama. Thank you, ma'am. Thank you, ma'am. Thank you, Roshni. Thank you, Pushparajan. താങ്ക് യു തൈസിൻ മാം. Thank you. Thank you, ma'am. സ്വന്തം Thank you, ഹൃദയത്തിൽ ma'am. നിന്ന് Thank you. ചെയ്യുന്നവരെ കുറിച്ച് Thank you, Esther. ഇതിനാണ് നമ്മൾ ഇനിമേറ്റ് ചെയ്യുന്നത്, എന്തിൽ നിന്നാണ് നമ്മൾ ഒളിച്ചോടുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് സമ്പൂർണ്ണതയിലേക്ക് വരുന്നത്, ഇങ്ങനെയാണ് തഹസിൻ മാം നമ്മളെ ഈ ഒരു സെഷനിലൂടെ കൂട്ടിക്കൊണ്ടു പോയത്. തഹസിൻ മാം പറഞ്ഞതുപോലെ വളരെ നാളുകൾക്ക് ശേഷം ഈ ഒരു സമ്പൂർണതയുടെ ഈ ഒരു സമയത്തേക്ക് തിരിച്ചു വന്നതില് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാവുന്ന ഒരു സമ്പൂർണത, അതാണ് ഇപ്പൊ നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു തുളസി മാം. സോറി തഹസിൻ മാം. Thank you so much. Thank you for inviting me here. ഇങ്ങനെ നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവാൻ റെഡി ആയതെല്ലാം ഇത്ര നേരം എൻ്റെ കൂടെ ഇരുന്നതിലും ഒക്കെ നന്ദിയുണ്ട്. Okay. I can see many faces who are here. Ready ആയിട്ട് Abdul Latif sir, Rajendran sir, Dr. Sabu Kelam, Paul sir, Latika ji, all of you, like Sheila Begum, all of you were here a lot of the time here. Video open night. It's a lot. You were my energy. Okay. Thank you so much. See you. Thank you so much. Thank you, ma'am. Anima. Good night. Good night. Annie.
ആ, ഇനി നമുക്ക് താങ്ക് യു തഹസിൻ മാം. നമുക്ക് ഇനി ഒരു വനിതയെ കൂടെ ഈ വേദിയിൽ ലാളിത്യത്തിന്റെ മുഖമുദ്ര, അതിലൂടെ മകനാണ് എന്നെ ഈ മേഖലയിൽ കൈപിടിച്ചുയർത്തിയത് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഒരമ്മയാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മാന്ത്രിക തണ്ടുണ്ടോ കയ്യിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ചോദിക്കാറുണ്ട്. അതുപോലെ ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും സിൻസിയറിറ്റിയും ഒക്കെ അതിൻ്റെ പര്യായങ്ങളാണ് ആ വനിത എന്ന് പറയാം. നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് തുളസി സൗബരി മാം. കൗൺസിലറായും ട്രെയിനറായും അതേപോലെ കരിയർ മെന്ററായും ഒക്കെ അമൃതയുടെ 70-ൽ പരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ ട്രെയിനിങ് നടത്തിയ ബ്രെയിൻ സിറ്റിയുടെ മെമ്പറായ ലൈഫ് ടെക് സൊല്യൂഷനിലെ ഏറ്റവും നല്ല ട്രെയിനറായ പോസിറ്റീവ് കമ്പനിയിലെ ഒത്തിരി മത്സരങ്ങളിൽ പങ്കെടുത്ത മത്സരാർത്ഥിയായ തുളസി മാമിനോട് ചേർന്ന് നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താം. തുളസി മാം, ഓവർ ടു യു. Good evening. Thank you, Annie ma'am, for giving me the opportunity. So thank you, Tassim ma'am, for the wonderful session. So let us start a pledge as we are celebrating the Women's Day today. So all of you please sit straight, because when we are doing the pledge, the position is very important. So let us sit straight. Our backbone erect, head straight. Keep your right palm on your left side of your chest. Today's Women's Day theme is Give to Gain. So let us start. On this Women's Day, please follow with me. All of you please unmute. Let us start together, because there is a positive energy when we say loudly. Please unmute yourself. On this Women's Day, On this Women's Day, I take pledge with pride. I take pledge with pride. I will give love and gain happiness. I will give love and gain. I will give respect and gain dignity. I will give respect and gain dignity. I will give kindness and gain peace. I will give kindness and gain Peace. I will give support and gain strength. I will give support and gain strength. I will give knowledge and gain wisdom. I will give knowledge and gain wisdom. I will give hope and gain confidence. I will give and confidence. I will give care and gain trust. I will give gain trust. I will give positivity and gain success. I will give positivity and gain success. So together we can say women for women and men for men. Together as women, Women or men, As women, we will give our best to the world we will give the best to the world our best to the world and gain a brighter tomorrow. and gain a brighter tomorrow. Thank you all. Thank you for joining with me. Thank you for giving me the opportunity. Have a wonderful day. Happy Women's Day to every ladies and the gents who are always supporting us. Thank you for the gents joining here. Thank you so much. Thank you, Tulasi ji. Thank you, ma'am. It was very Thank you, nice. Tulasi ma'am. Thank you. Yeah, താങ്ക് meaningful യു day. തുളസി മാം. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. ഈ PCTA ലേഡി മെമ്പേഴ്സിനാണ് നമ്മൾ അടുത്ത മാസം ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഏപ്രിലിൽ.
അപ്പോൾ അതില് എല്ലാവരും പങ്കെടുക്കുക. ഡേറ്റ്, വെന്യൂ എല്ലാം ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. താങ്ക് യു. ഉഷ മാം, ഓവർ ടു യു. ഫിസിക്കയുടെ ഈ ഒരു പ്രോഗ്രാം ഏറ്റവും വിജയകരമാക്കി തീർത്ത പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, സഹപ്രവർത്തകർക്ക്, പ്രിയപ്പെട്ട തഹസീൻ മാം, അതുപോലെ ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. അത് ഔപചാരികമായ ഒരു നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് PCTA ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമതി ലതിക ഷാജിയെ ക്ഷണിക്കുകയാണ്. ലതിക ഷാജി ഔട്ട്സ്റ്റാൻഡിംഗ് പേഴ്സൺ എന്ന് നമുക്ക് പറയാം. കൈവയ്ക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഏത് മേഖലയിലും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് എന്ന് പറയാവുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. കൗൺസിലിംഗ് രംഗത്ത്, ട്രെയിനിങ് രംഗത്ത്, അതുപോലെ ഡാൻസ്, ഡ്രാമ, പാട്ട്, എല്ലാ രംഗങ്ങളിലും, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വത്തിനുടമ ശ്രീമതി ലതിക ഷാജിയെ അഭിമാനപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയുക എന്നുള്ള ഒരു കടമയാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഈ PCTA സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മനോഹർ സാറിന് PCTA പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഈ PCTA സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ഉഷ മാമിന് PCTA പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ കോഫി വിത്ത് ടോക്ക് എന്ന ഈ പ്രോഗ്രാം അതിമനോഹരമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട തഹസീൻ മാം, ചിരിച്ചുകൊണ്ട് മാത്രം, ഞാൻ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ, ചിരിച്ചുകൊണ്ട് മാത്രം കാണുന്ന ആ ഒരു മുഖം, ആ ഒരു ക്ലാസ്, ആ ഒരു ട്രെയിനിങ് സെഷൻ, ഈ വിമൻസ് ഡേയിലെ പ്രത്യേകതയുള്ള ആ ട്രെയിനിങ് സെഷൻ, ഒരു കഥ കേൾക്കുന്ന ആ ഒരു കഥ കേൾക്കുന്ന രീതിയിൽ നമ്മൾ വളരെ മനോഹരമായ ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു. മാഡത്തിന് PCTA പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ തുളസി മാം പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ കൊണ്ടെല്ലാം ഒരു ചെറിയ എക്സർസൈസ് പോലെ ചെയ്യിച്ച് എങ്കിൽ പോലും അത് നമ്മുടെ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടെ ആണ് ചെയ്തത്. തുളസി മാമിനും PCTA പേരിൽ ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ PCTA കുടുംബാംഗങ്ങൾക്കും ഈ വൈകിയ വേളയിൽ നന്ദി, PCTA പേരിലുള്ള നന്ദി അറിയിക്കുകയും ഒപ്പം എല്ലാവർക്കും ഒരു മനോഹരമായ വനിതാ ദിന ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. ഇതിന്റെ 3ാമത്തെ വനിതാ ദിനമാണ്. 2 ഉദ്ഘാടനവും ഇപ്പോഴത്തെ വോട്ട് ഓഫ് താങ്ക്സ് നാളെ ഒരു സെഷൻ ഉണ്ട്. അതായത് കുറെ 100ഓളം അമ്മച്ചിമാരുടെ ഒരു ഓർഫനേജിലാണ് നാളെ എന്നെ വിളിച്ചിരിക്കുന്നത്. അവിടെ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ, അവരൊന്ന് എൻജോയ് ചെയ്യിക്കാനും വനിതാ ദിനം നാളെ ആക്കി ആഘോഷം. അപ്പം അവരെ കാരണം അതെന്ന് പറഞ്ഞാൽ ചാനലിൽ ലോകം മൊത്തം കാണുന്ന ഒരു താങ്ക് യു ലതിക. താങ്ക് യു. തോന്നുന്നു ലതിക കട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡിസ്കണക്ട് ആയെന്ന് തോന്നുന്നുണ്ട്. നെറ്റ് പ്രോബ്ലം എന്തോ ഉണ്ട്. തീർച്ചയായിട്ടും. സൗമ്യ ഉണ്ടോ? ലാസ്റ്റ് നമ്മുടെ സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മിനിമം ഈ പ്ലാറ്റ്ഫോമില് സൗമ്യ ഉണ്ടോ? തിരുവനന്തപുരത്ത് നിന്ന് സൗമ്യ ഉണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. അതിന് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഉഷ മാം. ഓക്കെ. കോഫി ടോക്ക് വിത്ത് ICTA എന്ന വനിതാ ദിന പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന സാബു സാറിനും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ PCTA പേരിലും ഒരുപാട് നന്ദി അറിയിക്കാം. വീണ്ടും കാണാം.
Thank you. Love you all. Good night. Thank you. Okay, Bye. thank Thank you you. all. Good Love you night to all. all. Thank you Thank all. you. Bye. Thank you Thank all. you Good all. night. Thank you all. Good night. Good night. Yeah, so lovely to see you all.